ഭാസ്കരനാ, കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. വരെ ഇങ്ങോട്ട് കേറിക്കോളി. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അല്ലല്ല, അത് പറ്റൂല, ഇങ്ങോട്ട് കേറ്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്നോ. കേറ് ഭാസ്, കേറി ഇങ്ങോട്ട് കേറി വാ. ഇരിക്കു ഭാസ്കര. ഞാൻ ഇവിടെ നിന്നോ. അല്ലല്ല, അവിടെ ഇരിക്ക്. അല്ല, അവിടെ നിന്നോളാം. ഇവിടെ ഇരിക്കടോ, അവിടെ ഇരിക്ക്. ആ ഇരുന്നോ, ഇരിക്കേ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ആ, സുഖാണ്. എന്നാ ഒരു ചായ കുടിച്ചാലോ? ചായ ഇപ്പൊ വേണ്ട. ഞാൻ വന്നതേ എന്റെ മോളെ കാര്യം ശരിയായി. കല്യാണം ശരിയായാ? അൽഹംദുലില്ലാ. ഓക്കെ, ഇനിയിപ്പോ കൊറേ വയസ്സായില്ലേ? ഇപ്പോഴാണ് എന്റെ കുട്ടിക്ക് ഒരു കല്യാണക്കാര്യം ശരിയായത്. 30 കഴിഞ്ഞ്. എന്താ ഇപ്പൊ ഇവിടെ ഒരു ഒത്തിപ്പൊളി മോളൊക്കെ കേൾക്കണേ? അവിടെ അടുക്കളയിൽ പണിക്കാരുണ്ട്, അടുക്കളന്റെ പണി നടക്കുന്നുണ്ട്. അതാണ്. നടക്കട്ടെ. ആയിക്കോട്ടെ. അല്ല എവിടേക്ക് നമ്മളിപ്പോ പോണത് ബഷീറിന്റെ അടുക്കാണ്. വലിയ തടിയേർക്കും. അതിനെന്താ, പള്ളിന്റെ കാര്യമല്ല, നമുക്ക് പോയി വെക്കാം. ആരടുത്താണെന്നും പോവല്ലോ. അല്ല, പൊങ്ങാച്ചക്കാരനാണ്. നല്ല ഗേറ്റ് വെച്ച് കൊടുത്താലേ എന്തായാലും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയാ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരൊക്കെ അത്? വരെ കേറിക്കാണി. ഒരു മിനിറ്റ്. വെച്ചോ. കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ കേട്ടോ. കയറിക്കോളി, കയറി. അത് നോക്കണ്ട, നമ്മളൊരാളാണ്. ഇരിക്കേ. എന്നാ നിങ്ങൾ പോയിക്കോളിട്ടാ. എന്താ ഈ വൈക്കൊക്കെ? നിങ്ങളൊന്നും വല്ലാതെ ഇങ്ങോട്ടൊന്നും കാണില്ലല്ലോ. പള്ളിന്റെ ഗേറ്റ് പുതുക്കി പണിയാനുണ്ട്, അതിനു വേണ്ടി നിങ്ങളൊന്ന് കാണാൻ വന്നതാണ് പിരിവിന്. അതിനിപ്പോ എത്ര ചെലവ് വരിക? അതിപ്പോ അതിനകത്തൊന്നും വരില്ല ബഷീറ. ഒരു 5 ലക്ഷം റുപ്യ വരുള്ളൂ. അതിപ്പോ ബഷീറിനെ കൊണ്ട് വിചാരിച്ചാക്ക് നടക്കൂലേ? നമ്മളെ പള്ളിയുടെ ഗേറ്റിന് വേണ്ടിട്ടല്ലേ. അല്ല, നിങ്ങൾ പിരിവ് തുടങ്ങിയാ? ഞങ്ങൾ തുടങ്ങിയില്ല. ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നെന്തെങ്കിലും കണ്ടറിഞ്ഞ് തരുമല്ലോ വന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ പിരിക്കാൻ പറ്റേ ആ 5 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഞാൻ തരാം. അതെന്താ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന? 5 ലക്ഷം റുപ്യ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പള്ളിന്റെ ഗേറ്റുമ്മല് എന്റെ കുടുംബ പേര് നിങ്ങൾ എഴുതണം. അത് നടക്കൂല. അതിപ്പോ നടക്കൂല. എന്തെങ്കിലും പറ്റുമോ? പറ്റും, കുഴപ്പമൊന്നുമില്ല. അത് നടക്കും. അതേതാണെങ്കിൽ 5 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഞാൻ തരാം. ആയിക്കോട്ടെ. എന്നാ ശരി. ഓക്കെ. അല്ല, ഞമ്മക്ക് 10 ചോദിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞമ്മക്ക് കിട്ടി തന്നെ വലിയ കിട്ടലാണ്. വലിയ അത്യാഗ്രഹം ഞമ്മക്ക് വേണ്ട. നിങ്ങൾ പോയി അത് മതി.
അതിനെന്താ സാധനം രണ്ട് ക്ലാസ് പറയണ്ട അടിക്കട്ടെ. എച്ചപ്പിന് എടുത്തോ. ആ ഇവിടെ ശരിയാവില്ല. എന്നാ തെരഞ്ഞ ആരോ വരുന്നുണ്ടല്ലോ. $200 എടുക്കാം. 2000 500 നോട്ടാണ്. ആരുടെ പ്രമോദം അയാൾ എന്ത് ചെയ്യുന്ന? അത് അയാളെ മകളെ കല്യാണക്കാര്യത്തിന് വേണ്ടിയാണ്. നമ്മളെന്തെങ്കിലും സഹായിക്കണ്ടേ? അല്ല, നമ്മളെ ഉത്സവമാണ് വരുന്നത്. നല്ലൊരു സംഭാവന ആയിട്ട് കേട്ടോ അവനെ. ദൈവത്തിന്റെ കാര്യല്ലേ അത്, നമ്മളല്ല പിന്നെ ആരാ നോക്കുക? എന്നാ മതി. ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആ അച്ഛൻ എന്ത് മോളെ? അവിടെ കിടക്കാണ്, ഞാൻ വിളിക്കുക. എന്താടി സുഖം തന്നെയല്ലേ? സുഖം തന്നെ. അപ്പൊ ഹൗസിയാന്റെ പാടൊക്കെ എന്ത്? അവളിപ്പോ എങ്ങനെ? അവൾക്ക് സ്വന്തം പേരക്കാരത്തൊക്കെ ആയില്ലേ? കുട്ടികളും മക്കളും സ്വന്തം പേരാകുമ്പോ നമുക്ക് പായത്തമാര് കിട്ടുവോ? ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛൻ വിളിക്കാം. അച്ഛാ അച്ഛാ, നിങ്ങളെ മൊയിലേര് വിളിക്കണ്ടാ. ആരാ മോരാ? അവിടെ ഒന്ന് കേറിയിരിക്കേ. തട്ടൊന്നും വേണ്ട. നാളെ രാവിലെ നിങ്ങൾ പെരയിക്കാണ്ട് വരും കേട്ടാ. മോളെ കല്യാണത്തിനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ചെയ്യും. നിങ്ങൾ അതിനെപ്പറ്റി യാതൊരു ടെൻഷനും വേണ്ട. അവിടെ ഇവിടെ ഒന്നും നടക്കണ്ട കേട്ടാ. ഒക്കെ ശരിയായിരിക്കണം. അതിപ്പോ എങ്ങനെ? അത് ഒരു 5-6 കൊല്ലം മുന്നേ ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ? ആ ഇൻഷൂർ പൈസ പാസ്സായിരിക്കുന്നു. അത് ബാങ്കിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് കല്യാണം നടത്താം. നിങ്ങൾ അതിനെപ്പറ്റി ഒരു യാതൊരു ഇതും വേണ്ട. കല്യാണം നടക്കട്ടെ കേട്ടാ. നാളെ പേരേക്ക് രാവിലെ വരും. ഞാൻ ബാങ്ക് കൊടുക്കാൻ കുട്ടികളെ കാത്തിട്ടുണ്ടാവും. ബാങ്ക് കൊടുക്കാൻ സമയമായിരിക്കും കേട്ടാ. മോളോടും പറഞ്ഞോളൂ കേട്ടാ. എന്താ അച്ഛാ, അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞീണ്? ഒന്നുമില്ല മോളെ. മോള് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ പോണ, അതാണ് ദൈവം.